നമഃ ശ്രീനാരായണ ഗുരുദേവ മഹാത്മനി അവതാരവരിഷ്ഠായ പൂർണ്ണബ്രഹ്മസ്വരൂപിണി. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് വിശേഷ്യ ഇന്നത്തെ നമ്മുടെ സ്മര്യ പുരുഷനായ കുമാരനാശാനെ സ്മരിച്ചുകൊണ്ട് അവിടുത്തെ ദേഹവിയോഗ ദിനത്തിൽ ശ്രദ്ധാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സ്നേഹനിധികളായ ശിവഗിരി സാഹോദര്യം സ്മൈൽ കുടുംബാംഗങ്ങളെ, സജ്ജനങ്ങളെ, എല്ലാവർക്കും ഗുരുദേവാനുഗ്രഹം ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ആശാൻ സ്മരണകൾ ഉണർന്ന് നിൽക്കുകയായിരുന്നു. ആ നിലയിലുള്ള ചെറുതും വലുതുമായ നാനാതരത്തിലുള്ള പരിപാടികൾ സജീവമായിരുന്നു. ഇത് നമുക്ക് കൂടുതൽ കൂടുതൽ ആശാനെ പറ്റി അറിയുവാനും ചിന്തിക്കുവാനും അവസരമൊരുക്കുകയുണ്ടായി, പ്രേരണയാകുകയുണ്ടായി. ആശാനെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റേത് ഒരു വേറിട്ട വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തെ മഹാനായി നമുക്ക് കാണാം, ഒരു തത്വ ചിന്തകനായി നമുക്ക് കാണാം, ഗുരുവിനെ പിൻപറ്റുന്ന ഒരു ദാർശനികനായും കവിയായും ഒക്കെ നമുക്ക് കാണാം. സാമൂഹ്യ പരിഷ്കർത്താവായി കാണാം, നവോത്ഥാന നായകനായി കാണാം, നല്ലൊരു ഭരണാധികാരിയായും കാണാം. അവിടുത്തെ ആ ചിന്താപരമായ ഔന്നത്യം, അതിനോടൊന്നും ഒപ്പം നിൽക്കുവാൻ, ചേർന്ന് പോകുവാൻ നമ്മിൽ പലർക്കും കഴിഞ്ഞെന്ന് വരില്ല. അവിടുന്ന് അതുകൊണ്ട് തന്നെ സാമാന്യ ജനങ്ങളിൽ നിന്നും ഒരു പ്രത്യേക തരത്തിലുള്ള അകൽച്ച അത് വന്നുപോയിട്ടുണ്ട്. അത് ആദരവ് കൂടുതലുള്ളത് കൊണ്ടാണ്. നമുക്കും അനുഭവം കാണും, പല വിശിഷ്ട വ്യക്തികളോടും അടുക്കുവാനോ സംസാരിക്കുവാനോ സാഹചര്യമുണ്ടായാലും എന്തോ ഒരു സങ്കോചം കൊണ്ട് നമ്മൾ അകന്നു നിൽക്കും. അത് ഒരു തരത്തിലൊരു ആദരവിൻ്റെ ലക്ഷണമാണ്.
അങ്ങോട്ടെടുക്കാനുള്ള വിശുദ്ധിയോ യോഗ്യതയോ ഇല്ല എന്നൊരു തോന്നൽ. പാഷാനെ സംബന്ധിച്ച് സാമാന്യ ജനങ്ങളുടെ ഇടയിൽ തങ്ങൾക്ക് അദ്ദേഹം പ്രാപ്യനാണോ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പുറമേ കാണുമ്പോൾ ഒരു വല്ലാത്ത തലക്കനം അനുഭവപ്പെടുമായിരുന്നു. പലപ്പോഴും അദ്ദേഹം ആരെയും ഗൗനിക്കുന്നില്ല എന്ന് തോന്നുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അന്തർമണ്ഡലം ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ അവർക്ക് പെട്ടെന്ന് സാധിക്കില്ല. പക്ഷേ അറിയുവാനുള്ള നിമിത്തങ്ങൾ ചിലപ്പോഴൊക്കെ ഉണ്ടായി വരികയും ചെയ്യും. അപ്പം നോക്കണം, അദ്ദേഹം വേദാന്ത ആദി ശാസ്ത്രങ്ങളെല്ലാം പഠിച്ച് ആ ചിന്തയിൽ മുഴുകി ഇരിക്കുന്നത് കൊണ്ട് മാത്രമല്ല എപ്പോഴും ആ ഗൗരവം കാണുന്നത്. ഗുരുവിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ നടുനായകത്വം എന്ന ആ മഹോന്നത പദവിയിൽ ഇരുന്നതിൻ്റെ അധികാര സ്ഥാനങ്ങളിലെല്ലാം സ്വഭാവേന ഉണ്ടായി വന്ന സ്വാധീനങ്ങളുടെ ഒന്നും തലക്കനവുമായിരുന്നില്ല അതെന്ന് പിന്നെ പിന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. അദ്ദേഹം ഈ കവിതാരചനയുടെ ആ പണിപ്പുരയിൽ ഈ കഥാതന്തുക്കളും ഒക്കെ മെനഞ്ഞ് എടുക്കുന്നതിനുള്ള ആലോചനകളിലൊന്നും ആയിരിക്കില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഏത് കാര്യങ്ങളിൽ ഏർപ്പെടുന്നു അതിൽ സമ്പൂർണ്ണം മുഴുകുക. ഇതിനെയാണ് ആത്മസമർപ്പണമെന്ന് പറയുന്നത്. തികഞ്ഞ ആത്മാർത്ഥത, ഏറ്റെടുക്കുന്ന ദൗത്യത്തോട്. ഇതുപോലെ കാട്ടിയിട്ടുള്ള ഒരാളുണ്ടോ എന്ന് സംശയമാണ്. മറ്റുള്ളവരൊക്കെ ചെയ്യുന്ന ത്യാഗം ആപേക്ഷികമായിരിക്കും. ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു ദൗത്യം തങ്ങളിൽ വന്നണഞ്ഞതുകൊണ്ട് തങ്ങളത് വഹിക്കുമ്പോൾ അത് ഒരു കുറവും വരാതെ നിർവഹിക്കപ്പെടണമെന്ന അവരുടെ ഒരു സ്വാർത്ഥത. അങ്ങനെയുള്ള സ്വാർത്ഥതയാണ് ഏറിയ കൂറും നാം കണ്ടുവരുന്നത്. ആശാനെ സംബന്ധിച്ച് സ്വാർത്ഥത തൊട്ടു തീണ്ടിയിട്ടില്ലായിരുന്നു. ആശാന്റെ പല നടപടികളിൽ നിന്നും സമീപനങ്ങളിൽ നിന്നും നമുക്കത് ബോധ്യം വരുന്നതാണ്. ബാല്യകാലത്ത് ഒരു സംഭവം എടുത്തു കാണിക്കുന്നുണ്ട്. ഇപ്പൊ കായിക്കരയായിരുന്നു ആശാന്റെ ജന്മനാട്. കായലും കടലും സംഗമിക്കുന്നതാണ്. ആശാൻ നല്ല നീന്തൽ വിദഗ്ധനായിരുന്നു. നല്ല ആരോഗ്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരിക്കൽ ഈ ചൂണ്ടയിട്ടു. അപ്പൊ ആ ചൂണ്ട ഇളകിയപ്പോൾ ആ മത്സ്യത്തെ വലിച്ചു കയറ്റാൻ ഒരുങ്ങുമ്പോ ഇതാ ചൂണ്ട വലിച്ചു പോവുകയാണ്
ഭീമാകാരനായ ഒരു മത്സ്യം. അത്രയോ ആശാൻ കരുതിയില്ല. അതിനെ ഒന്നുകൂടി വലായി പിടിച്ചു. അപ്പോളാണ്ട് ആ ബാലനെയും വലിച്ചുകൊണ്ടാണ് ആ മത്സ്യത്തിന്റെ പോക്ക്. അപ്പൊ അവിടുത്തെ ആ ഓളവും ചുഴിയും ആ ജലത്തിന്റെ ഗതിയും ഒക്കെ കണ്ട് കരയ്ക്ക് നിന്നവർ വിളിച്ചു പറഞ്ഞു, കുമാരു അതിനെ വിട്ടേക്കൂ, അതിനെ പിടിച്ചാൽ കിട്ടില്ല. കുമാരു അത് കേട്ടോ എന്നറിയത്തില്ല, കേൾക്കാൻ ഒരു സാധ്യതയില്ല. ഈ ചൂണ്ടയിൽ നിന്ന് പിടിവിടാതെ ആ മത്സ്യത്തോടൊപ്പം നീന്തി അത്രേ. അപ്പോൾ ഈ പിടിയിൽ ചൂണ്ട മുറുകിയിരിക്കും, മത്സ്യം തളർന്നിരിക്കും. എന്നാലും ആ പ്രാണവേദനയിലുള്ള ആ വലിയ മത്സ്യത്തിന്റെ ആ മരണപ്പാച്ചിലിൽ ഒരു ദയവും കാണിക്കാതെ ആശാൻ പിടിവിടാതെ അതിനെ പിന്തുടർന്നു, അതിനെ കീഴടക്കി. കൂട്ടുകാരും അവർ ഒച്ചയിട്ട് ഓടിക്കൂടിയ സമീപവാസികളുമെല്ലാം വീർപ്പടക്കി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്ന് ആളുകൾക്ക് മനസ്സിലായി ഈ ബാലന്റെ വാശി. അപ്പൊ ഇത് ഭാവിയിൽ ഈ വേട്ടയാടാനും ഒക്കെ ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു വാസനയായിട്ടല്ല കാണേണ്ടത്. അത്യപൂർവമായിട്ട് മാത്രമേ ആശാൻ ഇങ്ങനെയുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്നുള്ളൂ. പക്ഷേ ഈ പ്രവൃത്തിയിൽ നിന്നറിയാം, ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ അത് മുഴുമിക്കുന്നത് വരെ അതിൽ നിന്ന് വിടാതെ നിൽക്കുക, പിന്മാറാതെ നിൽക്കുക. ആശാൻ പലരും കരുതുന്നത് പോലെ അത്ര ദരിദ്ര ഭവനത്തിലൊന്നുമല്ല ജനിച്ചത്. അന്നത്തെ കാലത്തെ ഏതാണ്ട് ഒരു ഭേദപ്പെട്ട തറവാട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. 9 മക്കളിൽ ഒരാളായിരുന്നു. ആ 9 മക്കളിൽ ഒരു 2-3 പേര് ബാല്യത്തിൽ തന്നെ മരണപ്പെടുന്നുണ്ട്. ആ മരണമൊക്കെ ഈ ബാലനെ അഗാധമായ ചിന്തയിലേക്ക് നയിക്കുന്നുണ്ട്. സാധാരണ ഈ ബാല്യദശയിലും മറ്റും വേണ്ടപ്പെട്ടവരുടെ ഒരു മരണം ഉണ്ടായാൽ അപ്പോൾ അവരൊന്ന് അമ്പരന്ന് അല്പം ഒരു സങ്കടമൊക്കെ അവർക്ക് ഉണ്ടാകാതിരിക്കില്ല എങ്കിലും മറവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഉറ്റവരെയും കൂട്ടുകാരെയും ഒക്കെ കാണുമ്പോൾ കളിതമാശകളിലേക്ക് പോകുന്നതായിട്ടാണ് നാം കണ്ടുവരുന്നത്. പക്ഷേ ആശാൻ അങ്ങനെ ആയിരുന്നില്ല. ഏതൊരു സംഭവം ഉണ്ടാകുമ്പോഴും ആ സംഭവങ്ങളൊക്കെ ആശാന് ചിന്തയ്ക്ക് വക നൽകുമായിരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? നോക്കൂ, ആശാനിൽ ബാല്യദശയിൽ തന്നെ വിശാലമായ ഒരാശയ ലോകം രൂപപ്പെട്ടിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു അധ്യാപകൻ സ്ഥലം മാറിപ്പോവുകയാണ്. ആ അധ്യാപകനെ അനുമോദിച്ചുകൊണ്ട് അന്ന് ബാലനായ ആശാൻ എഴുതിയ കവിത
ഇന്ന് നമ്മൾ വായിച്ചാൽ ഒരഞ്ചാറ് വട്ടം വായിക്കുമ്പോഴേ ഏതാണ്ടൊന്ന് മനസ്സിലാകും. ഭാഷയിൽ അക്കാലത്ത് തന്നെ അത്രയും ഉപസ്ഥിതി കൈവരിക്കണമെങ്കിൽ ഇത് ജന്മസിദ്ധമാണെന്ന് നമുക്ക് എളുപ്പത്തിൽ പറഞ്ഞു വെക്കാം. ഇത് ആശാന്റെ അസാധാരണമായ ഈ കഴിവുകളെ കണ്ട് പലരും അമാനുഷമായ സിദ്ധി സാഹിത്യത്തിൽ ആശാൻ ഉണ്ടെന്ന് പുകഴ്ത്തിയിട്ടുണ്ട്. ആശാനെ ഇരുത്തിക്കൊണ്ട് തന്നെ പണ്ഡിതന്മാർ തന്നെ ഇങ്ങനെ പുകഴ്ത്തിയിട്ടുണ്ട്. ഒരിക്കൽ ഇങ്ങനെ ഒരു സാഹിത്യ സമ്മേളനത്തിൽ മുലൂരും ആശാനും കൂടി പങ്കെടുക്കുന്ന ഒരു യോഗമാണ്. അപ്പൊ നല്ലൊരു പ്രൗഢമായ ഒരു യോഗമായിരുന്നു. നിലവാരമുള്ള സംഭാഷണങ്ങളായിരുന്നു. ഈ മുലൂരെ ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചു. ആശാൻ അത്ര ആ പതിവ് പ്രസാദമൊന്നും മുഖത്തില്ല. മടങ്ങി വരുന്നിടത്തും ഒരു മൗനമാണ്. സാധാരണഗതിയിൽ അങ്ങനല്ല. ആകെ ഇളകി കുലുങ്ങിയ ഒരു ചിരിയുണ്ട്. എവിടെ ചെന്നാലും ചിരിക്കാനുള്ള എന്തെങ്കിലും വകയൊക്കെ കാണുമല്ലോ. അങ്ങനെ ഉല്ലാസവാനായിട്ടൊക്കെയാണ് സാധാരണ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിന്ന് മടങ്ങുമ്പോൾ ഉണ്ടാവുക. അന്ന് മൗനം മാത്രമല്ല, ഇപ്പം ഗൗരവവും. അപ്പൊ മുലൂർ അതിൻ്റെ കാരണം അന്വേഷിച്ചു. അപ്പോൾ ഇരുവരും നടക്കുകയാണ്. പെട്ടെന്ന് ആശാൻ നടത്തം നിർത്തി. മുലൂരിനെ തറപ്പിച്ചൊന്ന് നോക്കിയിട്ട് പറയുകയാണ്, അവിടെ പറഞ്ഞത് കേട്ടില്ലേ? ഇതൊക്കെ ജന്മസിദ്ധമായ കഴിവുകളാണെന്ന്. നമ്മൾ എത്ര കാലം മണ്ണെണ്ണ വിളക്കിന് മുമ്പിൽ ഉറക്കളച്ചിരുന്ന് സാധന ചെയ്തതിൻ്റെ ഫലമാണിതെന്ന് ആരറിയുന്നു? പ്രിയമുള്ളവരെ, ഈ വാക്കുകൾ നമ്മൾ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. എത്ര രാത്രികൾ ഇളച്ചിരുന്ന് മണ്ണെണ്ണ വിളക്കിന് മുമ്പിൽ തപസ് ചെയ്താണ് ഈ കഴിവുകളെ പോഷിപ്പിച്ചത്. ആശാൻ അങ്ങനെ വിശ്വസിക്കുന്നു. തൻ്റെ ഈ കഴിവുകളെല്ലാം താനായി പോഷിപ്പിച്ചെടുത്തതാണ്. ഇത് നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. എന്തെല്ലാം കഴിവുകളുടെ കലവറയായിരിക്കും നാം ഓരോരുത്തരും. ആരാണ് ഇതിനെ പരിപോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത്? യോഗനാഥത്തിന്റെ ഒരു മുദ്രാവാക്യമായിരുന്നു. യോഗനാഥമല്ലല്ലോ, അന്ന് വിവേകോദയമാണ്. യോഗത്തിന്റെ മുഖപത്രം, ഉദ്യമം കൊണ്ട് സാധിക്കും വിദ്യാമാനധനാദികൾ. നോക്കൂ, പിൽക്കാലത്ത് സമരമാർഗത്തിലേക്ക് യോഗം വഴുതിപ്പോയി. അവിടെ വിദ്യാസ്വാതന്ത്ര്യത്തിനും ഉദ്യോഗ സമ്പാദനത്തിനും സാമൂഹ്യ നീതിക്കൊക്കെ വേണ്ടി, സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും ഒക്കെ വേണ്ടിയുള്ള സമരങ്ങളുടെ ഒരു പരമ്പര തന്നെ ആണ് പിന്നീട് കാണുന്നത്. പക്ഷേ ആശാൻ ഒന്ന് തെളിയിച്ചതിനു മുമ്പേ ഉദ്യമമുള്ളിടത്ത് വിദ്യയും മാനവും ധനാദികളും തേടി വരും. ഇതിന് പുറകെ തേടി പോകേണ്ടതില്ല. ഉദ്യമമുള്ളിടത്ത് ഇത് തേടി വരും.
അത് എത്ര പേർക്ക് മനസ്സിലാകുമായിരുന്നു? ഇന്നും അത് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്? തൻ്റെ സർവേശ്വരനായ ഗുരു തന്നെയായിരുന്നു ആശാൻ മാതൃക. എൻ താതനാം ദേവൻ ഓതുന്നതേ ഞാൻ എന്താകിലും ചെയ്യൂ എന്നല്ലേ അല്ലി. പൂക്കാലത്തിലെ ഈ വരികൾ ശ്രദ്ധേയമാണ്. എൻ താതനാം ദേവൻ ഓതുന്നതേ ഞാൻ എന്താകിലും ചെയ്യൂ. ഇത് ആശാന്റെ ജീവിത പ്രമാണമാണ്. നിസ്സാരമായിട്ടതിനെ കാണരുത്. താൻ എന്ത് ചിന്തിക്കുന്നതും എന്ത് പ്രവർത്തിക്കുന്നതും തൻ്റെ താതനായ ദേവന്റെ ഹിതമനുസരിച്ച്. ഇത് ആശാന്റെ ഒരു ജീവിതാദർശമാണ്. അവിടുന്നായിരുന്നു ആശാന്റെ മാതൃക. നോക്കൂ, തൻ്റെ ഗുരു ഒരിക്കലും യാചിച്ചു പോയില്ല. ഒരിടത്തും സമരം ചെയ്തില്ല. അവിടുന്ന് ചെയ്തതൊന്നു മാത്രം, തപസ്. ആ തപസ് നാം ധരിച്ചിരിക്കുന്ന ഈ പത്മാസനത്തിൽ കണ്ണടച്ചുള്ള ആ ഇരിപ്പല്ല. പിന്നെയോ തപസ്. എന്തൊക്കെ സിദ്ധിക്കണമോ അത് സിദ്ധിക്കുന്നതുവരെ ആ ലക്ഷ്യബോധത്തിൽ ഉറച്ച്, അത് ഈ പരനോട് പകയില്ലാതെ അവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട്, ഇങ്ങോട്ട് ഉപദ്രവ മനസ്ഥിതിയുള്ളവരെയും സ്നേഹത്താൽ ആകർഷിച്ചുകൊണ്ട് അവിടുന്ന് എന്തെല്ലാമായി തീർന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നാനാലോകാനുരൂപനായി തീർന്നു. ആശാന്റെ ഭാഷയിൽ സർവലോകാനുരൂപനായി തീർന്നു. ഇവിടെ ശാന്തി അല്പം മുമ്പ് പ്രാർത്ഥിച്ചത് നാം കേട്ടു. ഗുരുപാദ ദശകമാണ്. ആ ഗുരുപാദ ദശകം അരീപ്പുറം വാസ ആരംഭകാലത്ത് ആയിരിക്കാനാണ് സാധ്യത. ശിവലിംഗദാസ സ്വാമികളുടെ നോട്ട് ബുക്കിൽ അത് രേഖപ്പെടുത്തണമെങ്കിൽ അതിനെത്ര പഴക്കമുണ്ടായിരിക്കും. അരുവിപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞ് ഒന്നോ രണ്ടോ വർഷങ്ങൾ പിന്നിടുന്നതേ, ഏതാനും വർഷങ്ങൾ പിന്നിടുന്നതേ ഉള്ളൂ. ആ കാലത്ത് ഗുരുവിൻ്റെ പ്രശസ്തി കൂടുതൽ വ്യാപകമാകുന്നതിനു മുമ്പ് ഗുരുവിനെ എത്ര ആഴത്തിൽ മനസ്സിലാക്കിയിരുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ്. വിദ്വൽജനങ്ങൾക്ക്, അലസനായോർക്കും അജ്ഞർക്കും അജ്ഞൻ, വൃദ്ധന്മാർക്കൊക്കെ വൃദ്ധൻ, ബഹുവിലസിതമായി ഹന്തബാലർക്കു ബാലൻ, സദ്യോഗീന്ദ്രർക്കു യോഗീശ്വരൻ, അത സകല ജ്ഞാനിനാം ജ്ഞാനിവര്യൻ. ഇങ്ങനെ ഒരു ഗുരുവിനെ സിദ്ധിച്ചു. ഗുരുവിനെ സിദ്ധിച്ചതിലൂടെ ആശാൻ എല്ലാം തന്നെ സിദ്ധിച്ചു. ഗുരുവിൻ്റെ തപസ് ആ നിലയ്ക്ക് നിൽക്കുമ്പോൾ
ഇതാ ശിഷ്യന്റെ തപസ് മറ്റൊരു പ്രകാരം. എന്താണോ ഗുരു ഓതിയത് അത് തന്നെ താൻ ചെയ്യുമെന്ന് എൻ താതനാം ദേവൻ ഓതുന്നതേ ഞാൻ എന്താകിലും ചെയ്യൂ എന്ന് ഉള്ള ഒരു ഘോര തപസ്. സഹോദരങ്ങളെ, അദ്ദേഹത്തെ ഗുരുവിന്റെ അനന്തരഗാമിയായി പലരും വിശേഷിപ്പിക്കുന്നുണ്ട്. അത് ശരിയാണോ? ഒരിക്കലും ആകാനിടയില്ല. ചിന്നസ്വാമി എന്ന ഈ ഡോക്ടർ പൽപുവിന്റെ കുടുംബക്കാർ ആ ഒരു കളിയായും കാര്യമായും വിളിച്ചു വന്ന ഒരു ചെല്ലപ്പേര് മാത്രമായിരുന്നു. ഡോക്ടർ പൽപു സംഭാഷണത്തിൽ ഒരു ഉദാഹരണമായിരുന്നു. മനസ്സിൽ തോന്നുന്നതങ്ങ് വിളിക്കും. ഈ ചിന്നസ്വാമി എന്ന പേര് വന്നതുകൊണ്ടാണ് ഈ വ്യാഖ്യാനം ഇങ്ങനെ വന്നത്. ഗുരുവിന് ശേഷം ഗുരുവിന്റെ പിൻഗാമിയായി വരേണ്ട ആളായിരുന്നു ആശാനത്ര. വിവാഹം കഴിച്ചു പോയതുകൊണ്ട് നമ്മൾ എന്തറിയുന്നു? നോക്കൂ സഹോദരങ്ങളെ, അതിനു മുമ്പ് കൊച്ചപ്പിള്ള അഥവാ ശിവലിംഗദാസ സ്വാമികൾ, നിശ്ചലദാസ സ്വാമികൾ, ഭൈരവൻ സ്വാമികൾ, പിന്നെ ഗോവിന്ദനാശാനെ പോലെയുള്ള സാത്വികന്മാർ, എത്രയോ ആളുകൾ മുമ്പിനാലെ അരുവിപ്പുറവുമായി ബന്ധപ്പെട്ടിരുന്നു. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് സാക്ഷിയായ ഒരേ ഒരാൾ അത് ശിവലിംഗദാസ സ്വാമികൾ മാത്രമായിരുന്നു. അത് കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാണ് ആശാൻ അരുവിപ്പുറം അന്തേവാസിയാകുന്നത്. ശിവലിംഗസ്വാമികളെ അല്ലെങ്കിൽ നിശ്ചലദാസ സ്വാമികളെ ഗുരു ശിക്ഷണം നൽകിയത് പ്രകാരമായിരുന്നു. അവർക്ക് ആധ്യാത്മിക ശിക്ഷണങ്ങൾ നേരിട്ട് പകരുകയായിരുന്നു. മറ്റൊരിടത്തോട്ടും അയച്ചില്ല. ആശാനും ആധ്യാത്മിക വിഷയങ്ങൾ അതിൽ വല്ലാത്തൊരു അഭിനിവേശം ആശാനുണ്ടായിരുന്നു. ഒക്കെ ശരി. ഗുരുവിനെ അനുഗ്രഹിച്ച് ഒരു പരിധി വരെ കളിയായി ഗുരുവിനോട് മത്സരിച്ചു. സ്തോത്രങ്ങൾ എഴുതി, കീർത്തനങ്ങൾ എഴുതി. വ്യാഖ്യാനങ്ങളുടെ സഹായത്തോടെയല്ലാതെ നമുക്കാർക്കും അത് മനസ്സിലാക്കാൻ കഴിയില്ല. അത്ര അഗാധമായ അർത്ഥതലങ്ങളുണ്ടതിന്. എന്നു മാത്രമല്ല, വിശുദ്ധി, കൃത്യനിഷ്ഠ, ആധ്യാത്മിക സാധനകൾ ഒരുപക്ഷേ പൂർണ്ണമായി സന്യസ്ത ജീവിതം നയിക്കുന്ന ഒരാൾക്ക് പോലും സാധിക്കാത്ത തരത്തിൽ ആശാനെ കൊണ്ടതൊക്കെ കഴിഞ്ഞിരുന്നു. ഇത് പറഞ്ഞല്ലോ, ഏത് കാര്യത്തിൽ മുഴുകുമ്പോഴും അതിൽ ആത്മസമർപ്പണം ചെയ്യുക. ഉറങ്ങുമ്പോഴും അങ്ങനെയാണ്. ഉറങ്ങുമ്പോൾ ഉറക്കം തന്നെ. എത്ര വൈകിക്കിടന്നാലും എഴുന്നേൽക്കേണ്ട സമയത്ത് എഴുന്നേൽക്കുമായിരുന്നു എന്നുള്ളതാണ് ആശാന്റെ പ്രത്യേകത. കിടന്നാലോ കിടക്കേണ്ട താമസം. ഇതാ ഉറങ്ങുകയായി. അങ്ങനെ ഉറങ്ങിയാലോ കുലുക്കി വിളിച്ചാൽ പോലും വളരെ സാവകാശത്തിലെ ഉറക്കം ഉണരുകയുള്ളൂ.
അത്ര അഗാധമായ ഉറക്കം. ഇങ്ങനെ ഉറങ്ങാൻ എത്ര പേർക്ക് സാധിക്കും? എങ്ങനെയുള്ളതായിരുന്നു ആ മനസ്സെന്ന് മനസ്സിലാക്കാൻ ആ ഉറക്കത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മാത്രം മതി. പല്ലേനയാറ്റിൽ ആ ജീവൻ വിലയിക്കുമ്പോൾ അദ്ദേഹം ഉറക്കത്തിലായിരുന്നു. ഏതാണ്ട് ഒരു 3 മണി കഴിയുവോളം, വെളുപ്പിന് 3 മണി കഴിയുവോളം സാഹിത്യ സംഭാഷണത്തിലും ഈ കവിതാ പാരായണത്തിലും വിശദീകരണത്തിലും ഒക്കെ മുഴുകി സ്വയം രസിക്കുകയും മറ്റുള്ളവരെ രസിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹം 3 മണിക്ക് ശേഷം തനിക്കായി പ്രത്യേകം മാറ്റിവെച്ചിരുന്ന ക്യാബിനിലേക്ക് പോയി. അവിടെ തണുത്ത കാറ്റ് ശക്തമായി അടിച്ചിരുന്നത് കൊണ്ട് ആ ക്യാബിന്റെ ജാലകങ്ങളും വാതിലും എല്ലാം അടച്ച് ഒരു കമ്പിളി അദ്ദേഹം കരുതിയിരുന്നു. ആശാൻ നല്ല അരോഗ ദൃഢഗാത്രനായിരുന്നെങ്കിലും ഈ ചെറിയൊരു പ്രാരാബ്ദം ആശാനെ നിഴൽ പോലെ പിന്തുടർന്നിരുന്നു. അതൊന്ന്, കുളിരിൽ പനിക്കും. അന്നത്തെ കാലത്ത് കൂടുതലും ജലയാത്രയാണ്. കരയ്ക്കിറങ്ങി ഉള്ളിലോട്ട് പോകേണ്ടതിന് മാത്രമേ ജട്കയോ കാളവണ്ടിയോ കുതിരവണ്ടിയോ ഒക്കെ ഉള്ളൂ. മോട്ടോർ വാഹനങ്ങളോ തീവണ്ടികളോ അതിനൊക്കെ ചില പരിമിതികളുണ്ട്. ചില യാത്രകൾക്ക് മാത്രമേ അത് പറ്റുകയുള്ളൂ. ഈ ജലയാത്ര വിട്ടുമാറാത്ത ഈ ജലദോഷമുള്ള ആശാനെ വിഷമിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഉദരരോഗവും. അത് അല്പകാലം മദ്രാസിൽ വിദ്യാർത്ഥിയായി ആശാൻ കഴിയുന്നുണ്ട്. ആ സമയത്ത് അവിടുത്തെ കാലാവസ്ഥയും ആഹാരമൊന്നും പിടിക്കാതെ കിട്ടിയതാണ് ചെറിയൊരു വയറുദീനം. ആ വയറുദീനം ആശാന്റെ നിഴൽ പോലെ മരണം വരെ പിന്തുടർന്നത്രേ. അതിൽ നിന്ന് മുക്തി നേടുവാനാണ് ഈ പ്രകൃതി ചികിത്സയും ഈ പ്രകൃതി ചികിത്സാ രീതിയിലുള്ള ആഹാരക്രമവും ഒക്കെ അദ്ദേഹം പാലിച്ചു വന്നത്. ആശാനെ സൽക്കരിക്കാൻ വളരെ എളുപ്പമായിരുന്നു എന്നാണ് ഈ CV കുഞ്ഞിരാമന്റെ അനുഭവക്കുറിപ്പിൽ കാണുന്നത്. വലിയ രീതിയിൽ വെടിപ്പായി ആഹാരമൊന്നും ഒരുക്കേണ്ടി വരുന്നില്ല. ഒരു വേള വരുമ്പോൾ പൊടിയരിക്കഞ്ഞി ആവശ്യപ്പെട്ടു. അപ്പൊ അതിന് ഉപദംശമായി മറ്റൊന്നും ആവശ്യപ്പെട്ടില്ല. അല്പം നാളികേരം ചിരവി ഒരു തുള്ളി നെയ്യ് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചാൽ മതി എന്നാവശ്യപ്പെട്ടത്രേ. അത് ആശാൻ കഴിക്കുന്ന ആ രീതി എത്ര തൃപ്തിയോടെയാണ്. പലപ്പോഴും ശരീരത്തിന് ഹിതമായത് ആതിഥേയർ പരിഗണിക്കാറില്ല. അവർ കുറവ് വരുത്തരുതെന്ന് കരുതി ചെയ്യുന്ന ആതിഥ്യ മര്യാദകൾ പലതും അവർക്ക് ദോഷമായേ ഭവിക്കും. പ്രിയമുള്ളവരെ, ഒരു പച്ചയായ മനുഷ്യനെ നമുക്ക് പലപ്പോഴും കാണാം. അധികമാർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. നല്ലൊരു പാചക വിദഗ്ധനായിരുന്നു ആശാൻ. അദ്ദേഹം സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയ ഈ വിശേഷ വിഭവങ്ങളുണ്ട്. ആശാന്റെയും ഡോക്ടർ പൽപ്പുവിന്റെ ഒക്കെ ഒരു പ്രത്യേകത ഈ ആഹാരത്തിൽ തികഞ്ഞ യാഥാസ്ഥികത്വം പുലർത്തിക്കൊണ്ടിരുന്ന ഒരു നാടാണ്
കേരളം. അത് ഒരു നിശ്ചിത രീതിയുണ്ട്, അതൊരിക്കലും വിടില്ല. എന്നും രാവിലെ കഞ്ഞി, പിന്നെ ഒരു സമയമാകുമ്പം പുഴുക്ക്, ഒരേ രീതിയിൽ തന്നെ ഇങ്ങനെ പുലർന്നു പോരുകയാണ്. ഈ ഇന്ന് കാണുന്ന പല തരത്തിലുള്ള ഭക്ഷണങ്ങളെയൊക്കെ ഈ മലയാളികൾക്ക് പരിചയപ്പെടുത്തുന്നതിന് എത്രയോ സന്ദർഭങ്ങൾ ആശാനും ഡോക്ടർ പൽപ്പുവും കൂടി സൃഷ്ടിക്കുകയുണ്ടായി. പലരും പലതും രുചിച്ചതും പലതിനെയും അത്ഭുതത്തോടെ കണ്ടറിഞ്ഞതും പിന്നീട് അത് ശീലമാക്കിയതും ഇത്തരം സന്ദർഭങ്ങളിലൂടെയാണ്. ഇവിടെ ഈ ചേർത്തല എരമല്ലൂര് നടന്ന ഒരു യോഗ വാർഷികത്തിൽ, അപ്പോൾ ആശാൻ യോഗൻ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞിരുന്നുവെങ്കിലും ആശാന്റെ സജീവ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഏതാണ്ട് ആ മണൽക്കാട്ടിൽ ഏതാണ്ട് 3000 പേരോളം അന്നത്തെ കാലത്ത് താമസിച്ചുവെന്നാണ്. പകൽ 15,000-ഓളം പേർ പങ്കെടുത്തുവെന്നാണ് പറയുന്നത്. 1921 സംഭവം അന്ന് ചിന്തിച്ചു നോക്കൂ. 3000 പേരെ. എരമല്ലൂർ എന്ന് പറയുന്ന അന്നൊരു ടൗൺഷിപ്പ് അല്ല, മണൽക്കാടാണ്, വെറും മണൽക്കാട്. അങ്ങനെയുള്ള ഒരു സ്ഥാനത്ത് 100 കണക്കിന് തെങ്ങ് ചുവടെ വെട്ടി അങ്ങനെ കാലുകൾ ഉയർത്തി 1000-കണക്കിന് കവുങ്ങുകൾ തലങ്ങും വിലങ്ങും വെച്ച് കെട്ടി 3 നിലയിൽ പന്തൽ തീർക്കുക. അതിനോടനുബന്ധമായി ചുറ്റോട് ചുറ്റും ഇതാ ഷെഡുകൾ തീർക്കുക. ഇത്രയും ആളുകൾക്ക് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ദൂരെ മാറി കുഴികളും മറകളും തീർക്കുക, കുളിപ്പുരകളും മറപ്പുരകളും ഒക്കെ തീർക്കുക. അന്നത്തെ കാലത്ത് ചേർത്തല പോയാൽ മന്ത് പിടിക്കുമെന്നൊരു കുപ്രചരണം ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെ കൂടിയിരുന്നവരുടെ ആശങ്ക തീർക്കുവാൻ ഇതാ ഭീമാകാരമായ വാർപ്പുകളിൽ വെള്ളം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. എല്ലാവർക്കും സമൃദ്ധമായി ചൂടുവെള്ളം. അന്ന് ഭക്ഷണ സ്റ്റാളുകൾ ഏതാണ്ട് 7 മറ്റോ പ്രവർത്തിച്ചിരുന്നത്രേ. ആ 7 നൽകിയിരുന്ന പേര് ആശാന്റെ പേരിലും ഉണ്ടായിരുന്ന ഒരു സ്റ്റാൾ, ഡോക്ടർ പൽപ്പുവിന്റെ പേരിൽ. അപ്പൊ ഇവിടങ്ങളിലെല്ലാം തെന്നിന്ത്യയിലെ മാത്രമല്ല ഈ ബംഗാൾ ദേശത്തെയും ഒക്കെ ഭക്ഷണങ്ങളെ പരിചയപ്പെടാനും രുചിക്കുവാനും ഒക്കെയുള്ള അവസരങ്ങൾ ഒരുക്കി. ഈ യൂറോപ്യൻ മോഡലിലുള്ള ഈ കാപ്പി ക്ലബുണ്ട്. അപ്പൊ ഇന്ന് ഈ റോട്ടറി അങ്ങനെയുള്ള ക്ലബുകളിലൊക്കെ അംഗങ്ങളാണ് നമ്മളിൽ പലരും. അപ്പൊ അതിൻ്റെതായ ഒരു കൾച്ചറുണ്ട്. അന്നത്തെ കാലത്ത് കണ്ണൂർ യോഗ വാർഷികം എന്ന് പറയുമ്പോൾ ഏറെക്കുറെ 1907 വരുമെന്നാണ് ഓർമ്മ. യോഗ വാർഷിക നടപടികളെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം യൂറോപ്യൻ മോഡലിൽ ഒരു കാപ്പി ക്ലബ്ബ് കൂടിയത്രേ. നോക്കൂ, ആദ്യന്തവാശാനതിൽ പങ്കെടുത്തു. ആശാൻ എന്ന് ചെയ്ത ഒരു കാര്യം ശ്രദ്ധിക്കുമ്പോൾ കുളിര് കോരി. ആശാൻ എന്നൊരു കണക്കെടുത്തു. എത്ര പേർ, എത്ര യുവാക്കൾ ഉപരി വിദ്യാഭ്യാസത്തിന്, ഈ മദ്രാശിയാണ് കൂടുതലും,
പിന്നെ ഈ തലശ്ശേരിയുണ്ട്, കൊച്ചിയുണ്ട്, തിരുവനന്തപുരമുണ്ട്. പക്ഷെ അവിടെയൊന്നും രാജകീയ കോളേജുകളിൽ അധികം ഈഴവർ പഠിക്കുന്നില്ല. സിംഹള ദേശത്ത് ശ്രീലങ്കയിൽ പോയി കുറെ ആളുകൾ പഠിക്കുന്നുണ്ട്. 1907 ഓർക്കണം. അവിടെ രക്ഷകർത്താക്കളെയൊക്കെ കത്ത് മുഖാന്തരം ബന്ധപ്പെട്ട് പൊതുവായി അവധി കിട്ടുന്ന ഒരു കാലം നോക്കി അങ്ങനെയാണ് യോഗവാർഷ്യത്തിന്റെ സമയം നിശ്ചയിക്കുന്നത്. ഇവരെ പ്രത്യേക രീതിയിൽ വേഷം ധരിപ്പിച്ച് ഈ വിദ്യയുടെ പുതിയ വെളിച്ചവും അതിലൂടെ പുതിയ ലോകവും പുതിയ ആശയ പ്രപഞ്ചവും രൂപപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന ഏതാണ്ട് 100ഓളം വരുന്ന യുവാക്കളായ വിദ്യാർത്ഥികളെ, അവരെയാണ് സന്നദ്ധ സേവകരായി നമ്മൾ വോളണ്ടിയർ എന്ന് പറയും. അവരെ വെറും വെള്ളംകോരികളോ കാവൽക്കാരോ ഒന്നും ആയിട്ടല്ല ആശാൻ കാണുന്നത്. പുതിയ പുതിയ കാര്യങ്ങൾ അവരെ പരിചയിപ്പിക്കുകയാണ്. സമുദായ വേല അത് മുമ്പോട്ട് കൂടുതൽ ചലിക്കണമെങ്കിൽ, അതിന് കൂടുതൽ ഗതിവേഗം വരണമെങ്കിൽ യുവ രക്തത്തിൻ്റെ സാന്നിധ്യം, അതിൻ്റെ അനിവാര്യത ആശാൻ അന്നേ കണ്ടിരുന്നു. അങ്ങനെയൊക്കെ വഴി തുറന്ന് ഇട്ടതുകൊണ്ടാണ് പിന്നാലെ വീരശൂര പരാക്രമികളായ പല യുവസിംഹങ്ങളും ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയുണ്ടായത്. ഇങ്ങനെ ഒരു പുതിയ സരണി അല്ലായിരുന്നു എങ്കിൽ തികച്ചും യുക്തിചിന്തകനായിരുന്ന വലിയൊരു വിപ്ലവ ചിന്തകൻ കൂടിയായിരുന്ന, എന്നാൽ അതേസമയം സഹൃദയനും കൂടിയായിരുന്ന സി കേശവൻ യോഗ നേതൃത്വത്തിലേക്ക് വരുമായിരുന്നു. അദ്ദേഹം ആശാനെ നല്ലപോലെ മനസ്സിലാക്കിയിരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ആശാനെ വിമർശിച്ച ആളുമാണ്. ഒരു സമയം നേരെ തന്നെ ആശാനുമായിട്ട് കോർക്കുന്നുണ്ട്. അവിടെ പലരും ദണ്ണപ്പെടുമായിരുന്നു ആശാനോട് ഇങ്ങനെയും മറ്റും സമീപിക്കുന്നത്. ടി കെ മാധവന് ഒട്ടും മോശമല്ലായിരുന്നു. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ആശാനെ വിമർശിക്കുകയും കൊടയുകയും ചെയ്യും. ചില സമയം ആശാനോട് ചോദിക്കുന്നുണ്ട്, ചിലർ വളരെ വിഷമപ്പെട്ട് ചോദിക്കുന്നുണ്ട്, ഈ ചെറുപ്പക്കാർ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ശരിയാണോ? പക്ഷേ എത്ര ഗൗരവത്തിലാണെങ്കിലും നിമിഷ നേരം കൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകുന്ന നിമിഷം തന്നെ ആശാന്റെ മുഖഭാവം അങ്ങ് മാറുകയാണ്. അഭിമാനത്തോടെയുള്ള ഒരു പുഞ്ചിരി ഉണ്ടല്ലോ, അതൊന്ന് കാണേണ്ടതാണ്. നമുക്ക് ഭാവനയിൽ കാണാനല്ലേ പറ്റൂ. എന്നിട്ടൊരു ഇളകി ഒരു ചിരിയുണ്ട്. ഓഹോ, ദേഹം മുഴുവൻ കുലുങ്ങുകയാണ്. ആ ചിരിക്ക് എത്ര ആഴമുണ്ടെന്നറിയുമോ? അമ്പരന്ന് നിൽക്കും. ഇതെന്തവാണ്? ആശാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആർക്കും പിടികിട്ടില്ല. ഈ ചിരിയെല്ലാം ഒന്ന് കെട്ടടങ്ങി കഴിയുമ്പോൾ സന്തോഷാധിക്യത്താൽ നിറയുന്ന കണ്ണുകൊണ്ടാണ് ആശാന്റെ ഒരു പരാമർശം. ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ വീറോടെ ഇങ്ങനെ പറയുന്നത് കാണുന്നതാണ് നമുക്ക് സന്തോഷം. അപ്പൊ നമ്മളെയൊക്കെ ആരെങ്കിലും വിമർശിച്ചാൽ നമുക്ക് അപ്പൊ തന്നെ നമ്മൾ നിരാശയിലേക്ക് പതിക്കുകയാണ്. അതിലേറെ വിഷമമാണ്. അത് പിന്നെ പകയായി വരും. ഇപ്പൊ സഹോദരനയ്യപ്പനൊക്കെ
മുഖതാവിൽ വിമർശിച്ചിട്ടില്ല എങ്കിലും പത്രദ്വാരമൊക്കെ കഠിനമായി വിമർശിച്ചിട്ടുണ്ട് ആശാനെ. ഇതെല്ലാം വായിച്ച് ആസ്വദിക്കുക. ഇതുപോലെ പ്രതികരണ ശേഷിയുള്ള യുവാക്കൾ വളർന്നു വരുന്നതിൽ അഭിമാനിക്കുക, ആനന്ദിക്കുക. ഇതായിരുന്നു ആശാൻ. ഉപരിപ്ലവമായി സംഘടനയെ കാണുന്നവർ പറയും, ആശാൻ അടിസ്ഥാനം വിട്ടു, ടി കെ മാധവൻ ഇതിനെ വളർത്തി. ഇവിടെ ഒരു കൗതുകരമായ ഒരു കാര്യം ചിന്തിക്കാം. അത് മറ്റൊന്നുമല്ല, കുമാരനാശാന്റെ സ്ഥാനത്ത് ടി കെ മാധവനായിരുന്നെങ്കിലോ? ആ കാലയളവ് നോക്കണം. ആ കാലയളവിൽ ടി കെ മാധവനെ പോലെ ഒരാൾ ഉണ്ടാവില്ല. ഉണ്ടായാൽ അദ്ദേഹം ഈ ദൗത്യത്തിലേക്ക് വരില്ല. അതൊരു വസ്തുതയാണ്. യോഗത്തിന്റെ പ്രാരംഭ ദശയിൽ ഇതുപോലൊരാളെ സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ടായിരുന്നു. ആത്മീയ വഴിയിലൂടെ ആ വാസനയിൽ പ്രേരിതനായി വന്ന ഒരാളെ ഗുരുദേവൻ പ്രത്യേകം തിരഞ്ഞെടുക്കുകയാണ്. ആത്മീയതയിൽ ആ യുവാവിനുള്ള അഭിനിവേശം സംശയലേശമന്യേ തെളിഞ്ഞതാണ്. പക്ഷേ ആശ്രമ ജീവിതത്തിലേക്കല്ല ഗുരു ആ യുവാവിനെ നയിക്കുന്നത്. വേറൊരു വിശാല ലോകത്തിലേക്കാണ്. ആത്മീയതയിൽ ആ യുവാവ് അടി ഉറച്ചു കഴിഞ്ഞു. ഇനി വേണ്ടത് അതിലുപരിയായ ഒരു സാമൂഹ്യ വീക്ഷണമാണ്. അതിനായി ഇതാ പുറത്തേക്ക് അയക്കുന്നു പഠിപ്പിക്കുവാൻ. അത് കേവലം ഈ മറ്റ് ശാസ്ത്രങ്ങളോ ഒന്നും പഠിക്കാനല്ല പോകുന്നത്. അവിടേക്ക് പോകുന്നതും സംസ്കൃതം പഠിക്കാൻ തന്നെയാണ്. നോക്കൂ, മാറ്റത്തിന്റെ കാറ്റ് ആഞ്ഞു വീശി തുടങ്ങിയ ബാംഗ്ലൂർ നഗരം, അതുപോലെ തന്നെ യാഥാസ്ഥികത്വം കടുകട്ടിയായി നിൽക്കുമ്പോഴും ഏറെ പുരോഗമനപരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ കൂടി ഉൾപ്പെടുന്ന മദിരാശി നഗരം. അവിടുന്ന് വീണ്ടും ഇതാ വങ്കനാട്ടിലേക്ക്. അവിടം പറയേണ്ടതില്ല. ദേശീയ പ്രസ്ഥാനത്തിന്റെ എല്ലാം സ്ഥിരാകേന്ദ്രം അന്ന് കൽക്കട്ടയാണ്. അപ്പോൾ ആ പോയ കലാലയങ്ങളിലൊക്കെ ആശാന് വിദ്യ മുഴുവിപ്പിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ ആ വിദ്യ അല്ലായിരുന്നു പ്രധാനം. അതിനുപരിയായി പല ലോകപരിചയവും പല ജനപദങ്ങളും പല സമ്പ്രദായങ്ങളും പരിചയിക്കുവാൻ, മനസ്സിലാക്കുവാൻ അതൊരു തീർത്ഥാടനം തന്നെയായിരുന്നു. അങ്ങനെ വലിയൊരു നവോത്ഥാന പ്രക്രിയയ്ക്ക് ചുക്കാൻ പിടിക്കുവാനുള്ള സകല കഴിവുകളും ആർജിച്ചുകൊണ്ടാണ് ആശാൻ മടങ്ങി വരുന്നത്. ഇത് ഗുരുവിൻ്റെ ഒരു നിയോഗമായിരുന്നു. താൻ വിശാല ലക്ഷ്യത്തോടെ ലോകത്തിന് മുഴുവൻ നന്മ വരുത്തുവാനായി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു മഹാപ്രസ്ഥാനത്തെ നയിക്കുവാൻ
ആ പ്രസ്ഥാനം തുടങ്ങുന്നതിന് മുമ്പ് ആ പ്രസ്ഥാനത്തെ നയിക്കുവാനുള്ള ഒരു കരുവിനെ ഗുരു സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു. അരുവിപ്പുറം പ്രതിഷ്ഠ 88 നടന്നു. അവിടെ ക്ഷേത്രയോഗമുണ്ടായിരുന്നു. എന്നാൽ ഏതാണ്ടൊരു വ്യാഴവട്ടവും പിന്നിട്ടൊരു 15 വർഷക്കാലം അതിനെ വിപുലീകരിക്കുവാൻ ഗുരു കാത്തുനിന്നത് എന്തിനാണ്? ഇങ്ങനെ ഒരാളെ സൃഷ്ടിച്ചെടുക്കുവാൻ. ഇങ്ങനെ ഒരാളെ സൃഷ്ടിച്ചെടുക്കുവാൻ. അങ്ങനെ ഒരാളെ കൊണ്ട് മാത്രമേ ഇതിന് ശക്തമായ അടിത്തറ പാകുവാൻ കഴിയുമായിരുന്നുള്ളൂ. നോക്കൂ, ഡോക്ടർ പൽപ്പു ആശാനെ ശരിക്കും മനസ്സിലാക്കിയിരുന്നു. ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഔദ്യോഗിക തിരക്കുകൾക്കിടയിൽ അദ്ദേഹത്തിന് വേണ്ടി എഴുത്തുകുത്തുകളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്, ഹർജികളെല്ലാം അതിൻ്റെ നക്കൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അതെല്ലാം ചിട്ടയൊപ്പിച്ച് എഴുതി തയ്യാറാക്കിയിരുന്നത് ആശാനായിരുന്നു. അപ്പൊ അവിടെ ഒന്ന് ചിന്തിക്കണം. ആശാൻ ഒരു കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ എന്ന് പറഞ്ഞാൽ പല ഗ്രന്ഥങ്ങളും റഫർ ചെയ്യേണ്ടി വരും. ഡോക്ടർ പൽപ്പു യൂറോപ്പിൽ പോയിട്ട് മടങ്ങി വന്നപ്പോ ഇന്ന് ഈ കൊറിയർ എന്ന് പറയും, അന്ന് ഒരു പാഴ്സലായി ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അത് മുഴുവൻ ഇംഗ്ലീഷ് പുസ്തകങ്ങളായിരുന്നത്രേ. കുമാരനാശാൻ ഔപചാരിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ആളല്ല. സ്വപ്രയത്നം കൊണ്ട് തന്നെ ഇംഗ്ലീഷ് നല്ലവണ്ണം പഠിച്ചു. ഇംഗ്ലീഷ് പുസ്തകം അനായാസം കൈകാര്യം ചെയ്യുവാൻ. അത് സാധാരണ പുസ്തകങ്ങൾ മാത്രമല്ല, പാശ്ചാത്യ സാഹിത്യ ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ കേവലം ഒരു പാരമ്പര്യത്തിൽ ഒരു നിശ്ചിത രീതിയിൽ തന്നെ കെട്ടിക്കിടക്കുന്ന കുളം പോലെ. കെട്ടിക്കിടക്കുന്ന കുളം ദുഷിക്കുകയാണ്, കയം ദുഷിക്കുകയാണ്, മാലിന്യങ്ങളെല്ലാം അതിലടിയുകയാണ്. അത് ശുദ്ധീകരിക്കുവാൻ ഒഴുക്ക് വേണം. ഒഴുക്കുള്ളിടത്ത് അഴുക്കില്ല. ഇവിടെ നോക്കൂ, കേരളീയ സാഹിത്യം കെട്ടിക്കടന്ന ആ കയം പോലെ ദുഷിച്ചു കിടന്ന കാലം, അതിനൊരു നവ്യ ചലനമുണ്ടാകുകയാണ്. അവിടെ ഒരു പുതിയ ഒഴുക്കുണ്ടാവുകയാണ്. അതിന് കേവലം ഇവിടെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഇതാ വിശാലമായ ഒരു ലോകത്തേക്ക് ആശാന്റെ ഭാവനയെ പാറിക്കുന്നതിന് അവസരമൊരുക്കി കൊടുക്കുകയായിരുന്നു ഡോക്ടർ പൽപ്പു. എന്ന് പറഞ്ഞാൽ വിളമ്പേണ്ടത് വിളമ്പേണ്ടത് തന്നെ വിളമ്പുന്നു. എത്ര അന്നത്തെ കാലത്ത് എത്ര 1000 രൂപയുടെ പുസ്തകങ്ങളാണ്. അത് അക്കാലത്ത് മാത്രമല്ല, പിൽക്കാലത്തും ഡോക്ടർ പൽപ്പുവിന് ബാംഗ്ലൂരിൽ നിന്ന് ഇത് സംഘടിപ്പിക്കുവാൻ സാധിക്കുമായിരുന്നു. ഈ ടി കെ മാധവനും സഹോദരൻ അയ്യപ്പനും ഒക്കെ ഈ പാശ്ചാത്യ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചത്, കൂടുതലൊക്കെ വായിച്ച് തെളിഞ്ഞത് ആശാന്റെ ഗ്രന്ഥ ശേഖരത്തിൽ നിന്നും പുസ്തകങ്ങൾ എടുത്തുകൊണ്ടുപോയാണ്. നിയമസഭയിൽ പോയാൽ ആശാൻ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ എന്ന് ഒരിക്കൽ ടി കെ മാധവൻ പരിഹസിക്കുകയുണ്ടായി. അത് അന്നത്തെ പൊളിറ്റിക്സ്. ടി കെ മാധവൻ അറിയാൻ പാടില്ലാത്ത ആളൊന്നുമല്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ ഇങ്ങനെയാണല്ലോ, അടവും നയവും മുറയും ഒക്കെ ഉണ്ട്.
ഇതാരോ പറഞ്ഞു കേട്ടപ്പോൾ ആശാൻ പറഞ്ഞത്രേ, ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയ ഇംഗ്ലീഷ് പുസ്തകം തിരിച്ചു തന്നിട്ടെങ്കിലും അത് പറയാമായിരുന്നു എന്ന്. അങ്ങനെ അപൂർവമായിട്ട് മാത്രമേ ആശാൻ ഇങ്ങനെ ഈ കുത്തുന്ന വാക്കുകൾ പറഞ്ഞിട്ടുള്ളൂ. ഇത് കുത്തല്ല, പക്ഷെ എന്നാലും ഇതിനെ ഒരു കുത്തായിട്ട് എടുത്താൽ അപൂർവമാണ് ഇങ്ങനെയൊക്കെയുള്ള പരാമർശം. നോക്കണം, ഏതെല്ലാം തരത്തിൽ ഇങ്ങനെ സ്വയപ്രയത്നവും കൂടി അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള ആ കഴിവുകളെയെല്ലാം മനസ്സിലാക്കി അതിനെ പിന്തുണയ്ക്കുവാൻ, പരിപോഷിപ്പിക്കുവാൻ ഗുരു മാത്രമല്ല ഡോക്ടർ പൽപ്പു. ഇങ്ങനെ ഒരാൾ, ഇതുപോലെ ഏകനായ ഒരാൾ ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ പ്രഥമ ഘട്ടത്തിൽ ഇതിന്റെ ചുമതല ഏറ്റില്ലായിരുന്നു എങ്കിൽ, അത് നമുക്ക് ഒരു സങ്കല്പത്തിൽ ഇങ്ങനെ അങ്ങ് പറയുന്നു എന്ന് മാത്രം അതിന്റെ മറുവശം ചിന്തിക്കുവാൻ. പക്ഷെ ഗുരു അത് മുന്നിൽ കണ്ടിരുന്നു. ആ രീതിയിൽ ആശാനെ പരുവപ്പെടുത്തിയെടുക്കുകയും ചെയ്തു. അവിടെയും നോക്കണം, ആധ്യാത്മികത അവിടുന്ന് കൈവിടുകയുണ്ടായില്ല. ഇത്രയെല്ലാം ലോകപരിചയം നേടിയിട്ടും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ, അങ്ങനെയും കൂടെ പറയണം, ആശാനിലെ രാഷ്ട്രീയം അത് പ്രത്യേകം പഠിക്കേണ്ട ഒരു വിഷയമാണ്. അദ്ദേഹത്തിന്റെ ഗദ്യലേഖനങ്ങളുണ്ട്. അവിടുന്ന് പ്രജാസഭ മെമ്പറായി ഇരിക്കുന്ന കാലത്ത് അവിടെയുള്ള നടപടികളിലെല്ലാം അദ്ദേഹം ഇടപെടുമ്പോൾ എന്തെല്ലാം പഠിച്ചിട്ടാണ്, എന്തെല്ലാം ഗവേഷണം നടത്തിയിട്ടാണ്. പലപ്പോഴും ആലുവായിലൊക്കെ ചെല്ലുമ്പോൾ ഈ മെയിൽവണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ എത്ര ഉത്സാഹത്തോടെയാണ് ചാടി ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടുന്നത്. എന്താണ്? ആ മെയിലിന് വരും ഏതോ ഒരു പത്രിക, ആശാൻ പ്രതീക്ഷിക്കുന്ന ഒരു ലേഖനം അതിലുണ്ടാവും. ഇങ്ങനെ ഓരോന്നും കാലയെ കൂട്ടി മനസ്സിലാക്കി പഠിച്ച്, അതല്ലാതെ ആരോടെങ്കിലും അപ്പപ്പോൾ വിളിച്ച് ചോദിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി ആയിരുന്നില്ല അവിടുന്ന് പ്രജാസഭയിലേക്ക് പോകുന്നത്. കേരളത്തിലെ ഒരു പ്രശ്നം അവതരിപ്പിക്കുമ്പോൾ അതിന് മാതൃകയാക്കാവുന്ന പല കാര്യങ്ങളും ഇതാ ജപ്പാൻ ഗവൺമെന്റ് ഇങ്ങനെ ചെയ്തിരിക്കുന്നു, നിയമം മൂലം അവിടുത്തെ പ്രത്യേക ഒരു ജാതിയുണ്ട്, ആ ജാതി ഭേദം നിയമം മൂലം ജപ്പാൻ ഗവൺമെന്റ് നിരോധിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ട് ആശാൻ ചോദിക്കുകയാണ്, ആ മാതൃക നമുക്കും പിന്തുടർന്നുകൂടെ? നിയമസഭയിൽ ഇന്നത്തെ പോലെ തോന്നിയതൊന്നും പറയാനൊക്കത്തില്ല. നിവേദനം എന്നാ പറയുന്നത്. കാലയെ കൂട്ടി അത് എഴുതി കൊടുക്കണം. അനുവാദം കിട്ടാൻ വലിയ പാടാണ്. അനുവാദം കിട്ടിയാൽ അത് വായിച്ച് അതിനെക്കുറിച്ച് ചർച്ച നടന്നെങ്കിലായി അത് മിക്കപ്പോഴും കാര്യമാത്ര പ്രസക്തമായിട്ടേ കാണും. പക്ഷേ അന്നത്തെ ഭരണകൂടത്തിന് എന്തിനും യുക്തിക്ക് നിരക്കുന്നതാണേലും അല്ലെങ്കിലും കൃത്യമായ ഒരു സമാധാനം പറയുമായിരുന്നു. അങ്ങനെ ഒരു പരിമിതി ഉണ്ടായിരുന്ന കാലത്ത് പോലും ഇത്ര ആഴത്തിൽ കാര്യങ്ങൾ പഠിച്ച് പോകുന്ന ഒരു രീതി, എന്തെങ്കിലും ഒരു വിശേഷാൽ കാര്യം സംഘടിപ്പിക്കുമ്പോൾ, ഇപ്പൊ നോക്കൂ, കൊല്ലത്ത് നടത്തിയ പ്രദർശനത്തെക്കുറിച്ച് പറയുന്നു, പിന്നീട് കണ്ണൂര് നടത്തിയ പ്രദർശനത്തെക്കുറിച്ച്, ഇങ്ങനെയൊക്കെ നമ്മൾ പലതും പറയുന്നുണ്ട്. മാസങ്ങൾക്ക് മുമ്പേ അവിടെ ചെന്ന് താമസിക്കുകയാണ് എന്ന് മാത്രമല്ല, എവിടങ്ങളിലോട്ടെല്ലാമാണ് എഴുത്തുകുത്തുകൾ, അതിനെല്ലാം അക്കാലത്ത്
മറുപടികളും വരും, നിർദ്ദേശങ്ങളും വരും. ചില സമയം കെട്ടുകണക്കിന് ഈ മാഗസിനുകളോ ഗ്രന്ഥങ്ങളോ ഇതുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ അയച്ച് ആരെങ്കിലുമൊക്കെ കൊടുക്കും. ഒരു വേള ഈ വിദേശത്ത് പഠിക്കാൻ പോയ രണ്ട് യുവാക്കൾ ഈ ടി കെ മാധവനെ സഹായിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് കോൺഗ്രസ് സമ്മേളനത്തിന് പോകാൻ പണമില്ലാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് രണ്ട് യുവാക്കൾ, ആരെന്ന് പോലും അറിയില്ല, അവര് പഠന ആവശ്യത്തിന് കൊണ്ടുപോയ, വിദേശത്തൊക്കെ പഠനത്തിന് പോകുമ്പോൾ കരുതലോടെ വേണം പോകാൻ, ആ പഠനത്തിന് കരുതി വെച്ചിരുന്ന ആ പണം ആവശ്യത്തിന്റെ ഗൗരവം അറിഞ്ഞ് ഇതാ ടി കെ മാധവന് അയച്ചു കൊടുക്കുന്നു. നോക്കൂ, ഇങ്ങനെയുള്ള ഉദാര മനസ്കരെയൊക്കെ വാർത്തെടുക്കുന്നതിന് മുമ്പിൽ, ഇങ്ങനെയൊക്കെയുള്ള ഒരു മനസ്ഥിതി ഉണ്ടായി വരുന്നതിന് മുമ്പിൽ മറ്റാരും ആയിരുന്നില്ല, ആശാന്റെ അന്നത്തെ പ്രവർത്തനങ്ങളായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഏതാണ്ട് 100ഓളം യുവാക്കളെ അന്നത്തെ കാലത്ത് ആഴ്ചകളോളം അവധിയെടുപ്പിച്ച് അവരെ പരിശീലിപ്പിച്ച് ഇതുപോലൊരു മഹാകാര്യത്തിന്റെ ആ മേൽനോട്ടത്തിനായി, അവരുടെ ആ കാര്യനിർവാഹകരായി പങ്കെടുപ്പിക്കുക. ഇത് പിന്നീട് ആവർത്തിക്കുന്നുണ്ട്. ഒരു വേള ആശാന്റെ ആയുസ് നീട്ടിക്കിട്ടിയിരുന്നെങ്കിൽ ഇത് നമുക്ക് ഭാവന ചെയ്യാനേ പറ്റും. പക്ഷെ അങ്ങനെ കരുതുന്നതല്ല, നമ്മളങ്ങനെ കരുതേണ്ടതില്ല. ആശാൻ കൂടുതൽ ജീവിച്ചിരുന്നെങ്കിൽ ഈ സാഹിത്യ സംബന്ധമായി ഒക്കെ കുറെ അധികം മെച്ചം കൈരളിക്കുണ്ടാകുമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. എങ്കിൽ പോലും ഏതാണ്ട് 1.5 നൂറ്റാണ്ട് കാലവും കൂടി കാത്തിരിക്കേണ്ടി ഒരു ആശാൻ അന്ന് ഭാവന ചെയ്ത പല കാര്യങ്ങളിലേക്കും നമ്മൾ ഇന്ന് കൈവെക്കുക. ഇതിന് ആശാന്റെ കവിതകൾ മാത്രം വായിച്ചാൽ പോരാ, അദ്ദേഹം എഴുതിയ, സാന്ദർഭികമായിട്ടൊക്കെ എഴുതിയ പല പല ഗദ്യപ്രബന്ധങ്ങളുണ്ട്, ലേഖനങ്ങളുണ്ട്. ഇതൊക്കെ വായിച്ചു നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില ലക്ഷ്യങ്ങൾ നമുക്ക് തുറന്നു കിട്ടാതിരിക്കില്ല. ഇങ്ങനെ പറഞ്ഞിരുന്നാൽ നേരം വെളുക്കും, എത്ര പറഞ്ഞാലും മതിയാവില്ല. പക്ഷേ നമുക്കിതിനൊരു പരിധിയുണ്ട്. ആശാന്റെ ധന്യസ്മരണകൾക്ക് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ മഹത് ജീവിതം നമുക്കെല്ലാവർക്കും പ്രചോദനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.